എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഇതിപ്പം സെക്കൻഡ് പാർട്ട്. നമ്മൾ ബോക്സ് വരച്ചാണ് വർഗ്ഗങ്ങളെ കണ്ടുപിടിച്ചത്. ഇനി ആ വർഗത്തിൽ നിന്ന് നമ്മളൊരു ഐഡൻറ്റിറ്റിയിൽ എത്തിച്ചേരുകയാണ്, സമവാക്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 13 സ്ക്വയർ. 13 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 3 ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ ബോക്സ് വരച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ 10 എഴുതും, ഇവിടെ 3 എഴുതും, ഇവിടെ 10, 3. 10 × 10 100, 10 × 3 30, 3 × 10 30, 3 × 3 9. ഇനി ഇവിടെ കൂട്ടി അങ്ങ് എഴുതും. 100ഉം 30ഉം 130, 30ഉം 9ഉം 39. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം ഇത്ര വരും, 169. ഇപ്പോൾ ഈ ബോക്സ് വരയ്ക്കാതെ തന്നെ നമ്മളൊരു ഐഡൻറ്റിറ്റിയിൽ എത്തിച്ചേരുകയാണ്, നമ്മൾ ഒരു സമവാക്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ 13 സ്ക്വയറിന് നമ്മൾ 10 + 3 ഹോൾ സ്ക്വയറിന് ഇതല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന 10 × 10 100ആണ്. അപ്പം നമുക്കിവിടെ 10ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എഴുതാം, 10ൻ്റെ സ്ക്വയർ. ഇത് രണ്ടും കൂടെ ഗുണിച്ച റിസൾട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇത് രണ്ടും കൂടെ ഗുണിച്ചാണ് നമ്മൾ ഇവിടെ 100 എഴുതിയിരിക്കുന്നത്. അപ്പം 10ൻ്റെ സ്ക്വയർ പ്ലസ് പിന്നെ 3 × 3. ഇത് രണ്ടും കൂടി ഗുണിച്ചതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര? 9 വന്നിരിക്കുന്നു. അപ്പം 3ൻ്റെ സ്ക്വയർ. പിന്നെ ഇത് രണ്ടും സെയിം ആണ്. ഈ ഡയഗണൽ വൈസ് ഉള്ളത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ 30, ഇവിടെ 30. 30 എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. 10 × 3 30. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 2 × 10 × 3 എന്ന് എഴുതാം. 2 × 10 × 3. അപ്പോൾ എത്ര കിട്ടുന്നത്? 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 2 × 10 20 × 3 60 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 169 എന്ന് കിട്ടും. എത്ര കിട്ടും? 169. ഇനി 10നും 3നും ഒക്കെ പകരം നമുക്ക് എയും ബിയും അല്ലെ എക്സും വൈയും കൊടുക്കുകയാണെങ്കിൽ, അപ്പം എ = 10, ബി = 3. അപ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? ഇതെങ്ങനെ മാറും? എ + ബി ഹോൾ സ്ക്വയർ. 10 + 3ന് ഞാൻ എന്ത് കൊടുത്തു? എ + ബി ഹോൾ സ്ക്വയർ സമം. ഇത് നോക്കിക്കേ, ഇവിടെ എ, ഇവിടെ ബി. ഇവിടെ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എയുടെ സ്ക്വയർ പ്ലസ് 2 × 10 എന്ന് പറയുന്നത് എ, 3 എന്ന് പറയുന്നത് ബി, പ്ലസ് 3ൻ്റെ സ്ക്വയർ 3 എന്ന് പറയുന്നത് ബി, ബിയുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എ + ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി കിട്ടി. എന്താണ് ഇവിടെ? എ + ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + 2ab + b². ഇതാണ് എ + ബി ഹോൾ സ്ക്വയർ സമം a² + 2ab + b². ഇതിന് നമുക്ക് ഈ 2abയെ അവസാനം കൊണ്ടുവന്ന് ചെയ്യാം. ഇതിന് നമുക്ക് ഇങ്ങനെയും എഴുതാം. a + ബി ഹോൾ സ്ക്വയർ സമം a² + b² + 2ab. ഇങ്ങനെയും എഴുതാം. ഏത് രീതിയിൽ എഴുതി ചെയ്താലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ മറന്നു പോകരുത്. വലിയ ക്ലാസ്സിലുമെല്ലാം പഠിക്കാനുള്ളത്. ഇത് 1, ഇത് 2, 2 പദങ്ങളാണുള്ളത്. അപ്പോൾ ഒന്നാം പദത്തിൻ്റെ സ്ക്വയർ പ്ലസ് 2 × ഒന്നാം പദം × രണ്ടാം പദം പ്ലസ് രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ. ഇതാണ് ഒന്നാം പദത്തിൻ്റെ സ്ക്വയർ പ്ലസ് 2 × 1 ×
ഒന്നാം പദം, ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഇൻറ്റു രണ്ടാം പദം പ്ലസ് രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഇനി ബോക്സ് വരയ്ക്കാതെ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഈ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാം. 64 സ്ക്വയർ. 64 സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതും? 60 + 4 ഹോൾ സ്ക്വയർ സമം, ഇവിടെ എ, ഇത് ബി. അപ്പം എ സ്ക്വയർ 60ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇതാണ് ചെയ്യുന്നത് 60 ഇൻറ്റു 4 പ്ലസ് 4ൻ്റെ സ്ക്വയർ. 60ൻ്റെ സ്ക്വയർ 60 ഇൻറ്റു 60 3600 പ്ലസ് 6 ഇൻറ്റു 2 ഇൻറ്റു 4, 6 12 4 48 480. 4ൻ്റെ സ്ക്വയർ 16. 3600ഉം 480ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര ഒരു 6, 9, 6 4 10 0, 4096. അപ്പം 4096 64ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മളിത് ബോക്സ് വരച്ചല്ല, അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്തതാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കി ചോദ്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. 35 സ്ക്വയർ 30 + 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെയ്യുക. 47 സ്ക്വയർ 40 + 7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെയ്യുക. 53 സ്ക്വയർ 50 + 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് ചെയ്യുക. 88 സ്ക്വയർ 80 + 8 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് ചെയ്യുക. ഇനി നമുക്കൊരു ദശാംശം ചെയ്യാം. എന്താണ്? ദശാംശ സംഖ്യ ചെയ്യാം. ഇനി ഈ ദശാംശ സംഖ്യ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 2.3 ഹോൾ സ്ക്വയർ. അപ്പോൾ 2ൻ്റെ കൂടെ 0.3 കൂടെ കൂട്ടുന്നതാണല്ലേ. 2 + 0.3 ഹോൾ സ്ക്വയർ. ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യാം. a + b ഹോൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ അതായത് 2ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a 2 b 0.3 പ്ലസ് 0.3യുടെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്ര? 4 പ്ലസ് ഇവിടെ നോക്കിയ ഒരു സ്ഥാനം ദശാംശം ഉണ്ട് അല്ലേ. ആദ്യം ദശാംശം ഇല്ലാതെ ഗുണിക്കുക. ഈ 2 4 3 12. ഇവിടെ ഒരു സ്ഥാനം ദശാംശം ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി ഇടത്തോട്ട് മാറ്റി പോയിന്റ് കൊടുക്കുക. പ്ലസ് 0.3 0.3ൻ്റെ സ്ക്വയർ. ഇവിടെ ഒരു ദശാംശമേ ഉള്ളൂ, പക്ഷേ സ്ക്വയർ ആകുമ്പോൾ 2 സ്ഥാനം മാറ്റി ദശാംശം ഇടുക. 3 × 3 9. ആദ്യം 9 എഴുതുക. പിന്നെ ഇവിടെ ഒരു സ്ഥാനം ദശാംശം സ്ക്വയർ വന്നുകൊണ്ട് 2 സ്ഥാനം മാറ്റണം. ഇപ്പം ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, അപ്പോൾ ഒരു സ്ഥാനത്തിന് ഒരു 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 4ഉം 1.2 ദശാംശ സ്ഥാനം ഇങ്ങോട്ട് എഴുതണം. 0.09 9 9 2 4 1 5 എത്ര വരും? 5.29. എത്ര വരിക? 5.29. അപ്പോൾ ഇതുപോലെയാണ് ബാക്കിയുള്ള ദശാംശത്തിൻ്റെ ചോദ്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് ബാക്കിയുള്ള ദശാംശ സംഖ്യകളുടെ വർഗം കണക്കാക്കേണ്ടത്. അപ്പം സ്ക്വയർ ചെയ്യുമ്പം 2 സ്ഥാനം, ഒരു സ്ഥാനത്തിലെ ദശാംശം ഉള്ളെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് 8.7 ഉണ്ട്. അതെങ്ങനെ ചെയ്യും? 8 + 0.7. 10.1 10 + 0.1. 12.5 എങ്ങനെ ചെയ്യും? 12 + 0.5. 15.7 15 + 0.7. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ചോദ്യം നോക്കിക്കേ. വശങ്ങളുടെ എല്ലാം നീളം 3.7 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ്. പരപ്പളവ് എന്ന് പറയുമ്പോൾ വശം ഗുണം വശം.
അതായത് വശത്തിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. വശം സ്ക്വയർ. ഇവിടെ വശം എത്ര? 3.7 സ്ക്വയർ. 3.7ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ 3.7ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 3 + 0.7 സ്ക്വയർ സമം 7 സ്ക്വയർ 3ൻ്റെ സ്ക്വയർ പ്ലസ് 2 × A × B പ്ലസ് ബിയുടെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 3 × 6 7 6 42. ഇവിടെ ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇടുമ്പം 4.2. 7ൻ്റെ സ്ക്വയർ 7 7 49. ഇവിടെ സ്ക്വയർ വന്നുകൊണ്ടാണ് ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ ദശാംശം. പക്ഷേ സ്ക്വയർ ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റി ഇടണം. 1 2 പോയിന്റ് കൊടുക്കുക 0 കൊടുക്കുക. ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 9 + 4.2 4.2 0.4 9 9 4 2 6 13. എത്ര കിട്ടും? 13.69 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സമചതുരത്തിൻ്റെ പരപ്പളം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിനേഷന് വരുന്നതാണ്. ഇത് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം നോക്കിക്കേ, കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. 123 സ്ക്വയർ 15,129. അതായത് 123ൻ്റെ സ്ക്വയർ 15,129. അങ്ങനെയാണെങ്കിൽ 12.3 സ്ക്വയർ എത്ര? അതിന് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ശരി ഉത്തരം തിരഞ്ഞ് എടുക്കണം. അപ്പം സംഖ്യകൾക്ക് മാറ്റമില്ല. 1 2 3 123 12.3. പക്ഷേ ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഉണ്ടല്ലേ. അപ്പം ഇവിടെ ഉത്തരത്തിൽ നമുക്ക് ആൻസറിൽ ദശാംശ സ്ഥാനം മാറ്റിയിടണമെന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സംഖ്യകൾ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു സ്ഥാനം ദശാംശമാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വരും? 2 സ്ഥാനം മാറ്റി ദശാംശം ഇടണം. അപ്പോൾ 2 സ്ഥാനം മാറ്റി ദശാംശം ഉള്ളത് D ആണ്. അപ്പോൾ ആൻസർ D ആണ്. എത്ര? ആൻസർ D 151.29. ഇതാണ് ഉത്തരം. മനസ്സിലായോ? ദശാംശം ഒന്നുണ്ടെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റി ദശാംശം ഇടുക. ദശാംശം 2 സ്ഥാനം ഉണ്ടെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 4 സ്ഥാനം മാറ്റി ദശാംശം ഇടുക. മറ്റൊരു ചോദ്യം നോക്കിക്കേ. x + y² സമം x² + ഡാഷ് + y². ഇവിടെ നമ്മൾ പഠിച്ച a + b² അതേ രൂപം തന്നെ എയ്ക്കും ബിക്കും പകരം എക്സും വൈയും ആയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം x² പ്ലസ് ഇവിടെ y² ഉണ്ട്. അപ്പം നടുക്കത്തെ പദം എന്തായിരിക്കും? മിഡിൽ ടേം 2 × x × y 2ab 2ab. അതായത് 2 × x × y. അപ്പോൾ എത്ര വരും? 2xy എന്ന് വരും. എന്താണ്? 2 × x × y 2xy. ഇതാണ് ആദ്യത്തെ ഡാഷിൽ വരുന്നത്. ഇതനുസരിച്ച് നമുക്ക് 21ൻ്റെ സ്ക്വയർ എഴുതാം. അതായത് 20ൻ്റെ സ്ക്വയർ ആണ് ആദ്യം എഴുതിയിരിക്കുന്നത് അല്ലേ. 21 സ്ക്വയർ എന്ന് പറയുമ്പം 20 + 1 ഹോൾ സ്ക്വയർ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ 20ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 20 × 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ. 20ൻ്റെ സ്ക്വയർ ഇവിടെ 400 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. പ്ലസ് ഇവിടെ ഡാഷ് ഇട്ട് വരുന്നത് എത്രയായിരിക്കും? 2 × 20 × 1ൻ്റെ ഗുണനഫലമായിരിക്കും. അപ്പോൾ എത്ര വരും? 2 × 20 40 × 1 40 പ്ലസ് ഇവിടുത്തെ ആൻസർ കൊടുത്തിട്ടുണ്ട് 1ൻ്റെ സ്ക്വയർ 1. അപ്പം രണ്ടാമത്തെ ആൻസർ ഇവിടെ എത്രയാണ് വരിക? 40 വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എക്സാമിനേഷന് വരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ ഈ ലെസണിൽ ഇത്രയൊക്കെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ലെസണായ വർഗ്ഗങ്ങളിൽ ഇത്രയേ ഉള്ളൂ. റിവിഷൻ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി നോക്കി പഠിക്കുക. ഇനി അടുത്ത ലെസണ് നാളെ എടുക്കാം.